നിങ്ങളൊരു 35-40 വയസ്സ് കഴിഞ്ഞ ആളാണോ എങ്കിൽ നിർബന്ധമായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ടും കാണണം. ഒരു 30-35-40 വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് രോഗങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളായിക്കോട്ടെ, പ്രമേഹം മുതൽ പ്രഷർ മുതൽ കൊളസ്ട്രോൾ മുതൽ അതുപോലെ തന്നെ ക്യാൻസർ പോലുള്ള ഒരുപാട് രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലുള്ള ഒരു സ്റ്റാർട്ടിംഗ് ആണ് ആ ഒരു ഏജ് എന്നുള്ളത്. അസുഖങ്ങൾ എല്ലാ സമയത്തും എല്ലാ പ്രായക്കാർക്കും വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്നാലും കൂടുതൽ ഈ ഒരു 30-35 വരെയൊക്കെ നമുക്ക് കുറേയൊക്കെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം, പ്രതിരോധ ശേഷിയൊക്കെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും. അതിനുശേഷം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ ബോഡിക്ക് വീക്കായി കൊണ്ടിരിക്കുന്നത് കൊണ്ട് അതിനുശേഷം ഒരുപാട് അസുഖങ്ങൾ വരാനുള്ള സാധ്യത, പല അസുഖങ്ങളുടെയും തുടക്കം ഈ ഒരു പ്രായത്തിലായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു ഏജ് കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരമായി റെഗുലറായിട്ട് നമ്മുടെ ഹെൽത്ത് ചെക്കപ്പുകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. ഒരു മിനിമം 6 മന്ത് 6 മാസം കൂടുമ്പോഴെങ്കിലും ഒരു ഫുൾ ബോഡി ചെക്കപ്പോ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് ചെക്കപ്പ് നമ്മൾ നിർബന്ധമായിട്ട് പ്രധാനപ്പെട്ട ചെക്കപ്പുകളൊക്കെ ചെയ്യൽ വളരെ നിർബന്ധമാണ്. നമുക്ക് അസുഖങ്ങൾ മുൻകൂട്ടി കാണാനും ചില അസുഖങ്ങൾ എത്ര വലിയ ക്യാൻസർ പോലുള്ള രോഗങ്ങളായിക്കോട്ടെ, ഏർലി ഡിറ്റക്ഷൻ നമ്മൾ നേരത്തെ അത് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്കത് പൂർണ്ണമായും മാറ്റിയെടുക്കാനുള്ള സംവിധാനം ഇന്നത്തെ കാലത്തുണ്ട്. അതുകൊണ്ട് അത് നേരത്തെ അറിയാനും നമുക്ക് എന്തെങ്കിലും രോഗങ്ങളെ തടഞ്ഞു നിർത്താനോ, നമുക്കറിയാം പ്രിവെൻഷൻ ഈസ് ദ ബെറ്റർ ദാൻ ക്യൂർ. ഒരു രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാളും ഒരുപാട് നല്ലതാണ് ഒരു രോഗം വരാതെ നോക്കുന്നുള്ളത്. അപ്പം ഇങ്ങനെ നമുക്ക് രോഗങ്ങളെ പ്രിവെൻറ്റ് ചെയ്യാനും രോഗങ്ങളെ മുൻകൂട്ടി കണ്ട് അത് ചികിത്സിക്കാനും ഇത്തരം കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഇതുപോലുള്ള ഇൻ്റർവെല്ലിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഹെൽത്ത് ചെക്കപ്പുകൾ ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ്. അതുമാത്രമല്ല, നമുക്ക് സന്തോഷകരമായിട്ട് ഹെൽത്ത് സംബന്ധമായിട്ടുള്ള യാതൊരു ടെൻഷനും ഇല്ലാതെ ജീവിക്കാനും നമുക്ക് നമ്മുടെ ഫാമിലിയുമായിട്ട് സന്തോഷത്തോടെ ജീവിക്കാനും ഒക്കെ ഈ ഒരു കാര്യം നമ്മൾ ഇടയ്ക്ക് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇതൊരു വിഷയം കാണാം. താങ്ക് യു.